നിങ്ങൾക്ക് ഇതുവരെയുള്ള റെക്കോർഡിങ്സ് എല്ലാം കിട്ടിയില്ലേടാ? ഏതെങ്കിലും പെൻഡിങ് ഉണ്ടോ? മെയിൽ അയച്ചിട്ടുണ്ടോ? യൂട്യൂബ് പ്രൈവറ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നോ? കിട്ടിയോ? ഏതാ മെയിലോ? മെയിലില് കിട്ടില്ലല്ലോ മാം. മെയിലല്ല, വാട്സാപ്പിലായിരുന്നു. വാട്സാപ്പില് ഞാൻ അയച്ചില്ലേനോ? അയച്ചല്ലോ എനിക്ക് കിട്ടി. ഇന്നലെ. മാം ഇൻഡിവിജ്വൽ ആയിട്ട് പക്ഷെ എനിക്ക് ഒരെണ്ണം മറ്റേതാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം ഫങ്ഷൻസും കിട്ടിയില്ലായിരുന്നോടാ? ഓക്കെ. ഒരു 12:30 ആയപ്പോ അയച്ചാണോ? അതന്നെ. അത് കിട്ടി. നോക്കണം, ഓപ്പൺ ചെയ്യാൻ നോക്കണം. നോക്കി നോക്കൂ കേട്ടോ. ഓക്കെ. സോ ഞാൻ ഇതുവരെ എടുത്ത പോർഷൻസ് ക്ലിയർ ആണോടാ? ഡൗട്ട്സ് ഉണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. സോ ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്സ് എന്ന് വെച്ചാൽ എടാ ഞാൻ ലാസ്റ്റ് ഡേയിലെ സെഷൻ റെക്കോർഡിംഗ് ഞാൻ സെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. കിട്ടിയൊന്ന് നോക്കണേ ഒന്ന്. ഓക്കെ മാം. അതെ കിട്ടി. ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടി മാം. നോക്കൂ കേട്ടോ. നോക്കിയിട്ട് ഡൗട്ട്സ് എന്നോട് ചോദിക്കണേടാ. ഓക്കെ. ഓക്കെ. ഇനി അപ്പൊ നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്സ് ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പപ്പോ ചോദിക്കുക. പിന്നത്തേക്ക് വെക്കാനേ പാടില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഫങ്ഷൻസ് എടുത്തിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അതിനോട് ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫങ്ഷൻസും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ ഒരു കാര്യം സുബിറ്റ് ഷെയർ ചെയ്തെന്ന്. ഡയാന എന്റെ ഇന്നലത്തെ സെഷനിൽ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ലായിരുന്നോടാ ഡയാന? ഉണ്ടായിരുന്നു മാം. ഓക്കെ. അപ്പൊ സുബിറ്റ് ഷെയർ ചെയ്തേ, സ്ക്രീൻ ഷെയർ ചെയ്തോടാ. സുബിറ്റ് എനിക്ക് പറഞ്ഞുതരാൻ എളുപ്പമുണ്ടാവും കുറച്ചുകൂടി. ഹലോ. സുബിറ്റ് ഷെയർ ചെയ്യാൻ പറ്റുമോടാ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? നോക്കട്ടെ. നെറ്റ് കട്ടാവും മാം അടിക്കടി. ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ വേറെ ആൾ ഷെയർ ചെയ്തിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് പറയണേടാ. ശരി മാം. ശിഖ ഒന്ന് ഷെയർ ചെയ്തേടാ. ഞാൻ ഷെയർ ചെയ്യാൻ പോവാ. യെസ്, ശിഖയിലേക്ക് തന്നെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞെത്തിയിരിക്കുന്നു. ഓക്കെ, കാണാമോ? കാണാം. അയ്യോ, ഇതൊന്നും നോക്കല്ലേ. ഇല്ല, നീ അത് സെൻഡ് ചെയ്യുമ്പോഴേ നോക്കൂ. അതിലെല്ലാരും കണ്ണു കൂട്ടിക്കോട്ടോ. അയ്യോ, ഫങ്ഷൻ അല്ലേ? യെസ്, ഫങ്ഷൻസ് കഴിഞ്ഞു. ഇനി ഞാൻ ആദ്യം പറയാൻ പോകുന്നത് തിയറി പോർഷൻസ് ആണ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ എന്താ പറയുക, ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കൈൻഡ് ഓഫ് കോഡിങ് മാത്രമാണ് അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു എന്താ പറയാ അപ്രോച്ച് ആണ്. അതായത് നമുക്ക് എങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഡ് ബിൽഡ് ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. നിങ്ങൾ സി എന്ന് പറയുന്ന ലാംഗ്വേജിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സി പ്രോഗ്രാം. സോ സി പ്രോഗ്രാം പോലത്തെ ലാംഗ്വേജുകൾ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരുന്നു. അതായത് എഴുതുന്ന ഓരോ സ്റ്റെപ്പിനുമായിരുന്നു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? സോ ഓരോ സ്റ്റെപ്പിനും
ഓരോ സ്റ്റെപ്സിനും, അതായത് ഞാൻ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ആദ്യം ഒരു യൂസറിന്റെ അടുത്തൊരു വാല്യൂ റീഡ് ചെയ്തെടുത്തു, സ്കാൻഎഫ് എന്ന് റീഡ് ചെയ്തെടുത്തു, പ്രിന്റ് എഫ് എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്തു. ഇവിടെ സി പ്രോഗ്രാമിങ്ങിലെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന അതിൽ ഓരോ സ്റ്റെപ്സിനും ആയിരുന്നു. അതായത് റീഡ് ചെയ്യുന്ന ഒരു വാല്യൂവിനെ റീഡ് ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ പ്രിന്റ് ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രൊസീജിയറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എഴുതുന്നത്. അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ C++ ജാവയിലേക്കെല്ലാം എത്തിയപ്പോൾ അവർ ഈ കൺസെപ്റ്റ് ഒന്ന് മാറ്റിപ്പിടിച്ചു, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ അത് കൺസെപ്റ്റിലേക്ക് ആണോ എത്തി. മാ? എന്താടാ? ഊപ്സ് ആണോ? ഊപ്സ്, അതെ, ഊപ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന കൺസെപ്റ്റിലേക്ക് C++, ജാവ, പൈത്തൺ പോലത്തെ ലാംഗ്വേജസ് എല്ലാം ഡെവലപ്പ് ചെയ്തപ്പോൾ എത്തി. സോ അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ലെറ്റ്സ് സേ എൻ്റെ വീട്ടിലൊരു 3 വണ്ടി ഉണ്ടെന്ന് വിചാരിക്കൂ. എൻ്റെ വീട്ടിലൊരു 3 വണ്ടി ഉണ്ട്. ഈ 3 വണ്ടിക്ക് 3 കാറുണ്ട്. 3 കാറിനും എനിക്ക് 3 കാറിനും ഓരോ കളേഴ്സ് ഉണ്ട്, എത്ര മൈലേജ് ഓടും എന്നുള്ളതുണ്ട്, പെട്രോൾ ആണോ ഡീസൽ ആണോ വണ്ടി എന്നുള്ളതുണ്ട്. ഓക്കെ, സോ ഇവിടെ എനിക്ക് ഞാൻ ഇവിടെ കോഡ് എഴുതുന്നത് എൻ്റെ ഓരോ കാറിൻ്റെയും പ്രോപ്പർട്ടീസിനെ എക്വയർ ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കൂ. ഈ ഓരോ കാറിനെയും വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ്. അതായത് എൻ്റെ ആദ്യത്തെ കാറിന്റെ കളർ റെഡ് ആണെങ്കിൽ കളർ അതിന്റെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടിക്ക് എന്താ വാല്യൂ വരിക? റെഡ് എന്ന് വരും. ഇനി ലെറ്റ്സ് സേ സെക്കൻഡ് കാറിന്റെ കളർ ബ്ലാക്ക് ആണെങ്കിൽ റെഡിന്റെ ആട്രിബ്യൂട്ടിന്റെ കളർ റെഡ് മാറി ബ്ലാക്ക് വരും. സോ അങ്ങനെ പെർസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാണ് ഞാൻ ഒരു ബേസ്ഡ് ഓൺ എൻ ഒബ്ജക്ട് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എൻ ഒബ്ജക്ട് കോൾഡ് മൈ സിംഗിൾ കാർ. സിംഗിൾ കാർ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ എൻ്റെ ഫസ്റ്റ് കാർ, സെക്കൻഡ് കാർ, തേർഡ് കാർ. എൻ്റെ ഫസ്റ്റ് കാർ എന്നത് ഫസ്റ്റ് ഒബ്ജക്ട്, സെക്കൻഡ് കാർ എന്നത് സെക്കൻഡ് ഒബ്ജക്ട്, തേർഡ് കാർ എന്നത് തേർഡ് ഒബ്ജക്ട്. സോ ഈ മൂന്നെണ്ണത്തിനോട് കമ്പൈൻ ചെയ്താൽ എന്തായി? എൻ്റെ കാർസ് ആയി അല്ലേ? സോ ഈ മൂന്നെണ്ണത്തിനെയും, അതായത് ഒബ്ജക്ട് 1, ഒബ്ജക്ട് 2, ഒബ്ജക്ട് 3, അല്ലെങ്കിൽ കാർ 1, കാർ 2, കാർ 3 എന്ന് പറയുന്നതിനാണ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ എൻറ്റിറ്റീസിനെയാണ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതിന്റെ കളക്ഷൻ അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ കളക്റ്റീവ് ആയിട്ട് നിർത്തുന്ന അംബ്രല്ലയെ വിളിക്കുന്ന പേരാണ് ക്ലാസ്. അതായത് എല്ലാ കാറിനെയും കൂടെ പറയുന്നതാണ് എല്ലാ കാറിനെയും കൂടെ ഒരുമിച്ച് കൂട്ടി പറയുന്നതിനാണ് കാർസ്. സോ അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ ഒബ്ജക്റ്റിലും ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? സോ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ പെർഫോം ചെയ്യിക്കുന്നതിനെയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് തന്നെ ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് തന്നെ നമ്മൾക്ക് ബ്രേക്ക് ആവുന്നു. എനിക്ക് മാത്രമാണോ? എന്റെ നെറ്റിന്റെ ഇഷ്യൂ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ ശിഖ? എനിക്ക് ക്ലിയറാ. എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പൊ സംസാരിച്ചപ്പം എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതായത് മിസ് സംസാരിച്ചപ്പോഴല്ല, പ്രിന്റ് പറഞ്ഞപ്പോ. അതെ. ആണോ? അപ്പൊ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ ഓക്കെ മാം, കണ്ടിന്യൂ. കണ്ടിന്യൂ. Okay. Just 1 second. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. 1 second.
ഓക്കെ. സോ നമ്മള് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന് പറയാ 6 പില്ലേഴ്സ് ഉണ്ടെന്നാണ് പറയാ, അല്ലെങ്കിൽ 6 മൊഡ്യൂൾസ് ഉണ്ടെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതിൽ ഓരോന്നും എന്താണെന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റ്. ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോളൂടാ, ഞാൻ ഷെയർ ചെയ്യാവേ. ഞാനോ? ഓക്കെ ഓക്കെ. ഷെയർ ചെയ്യണേ, 1 സെക്കൻഡ്. ഇത് സ്ക്രീൻ വിസിബിൾ ആയാ പറയാട്ടോ. സ്ക്രീൻ കാണാമോടാ? എന്റെ നോട്ട് പാഡ് കാണാമോ? കാണാം കാണാം. സോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. കൺസെപ്റ്റ്. ആദ്യത്തെ കൺസെപ്റ്റ് ആണ് ഒബ്ജക്റ്റ്. Second one is class. Third one is abstraction. Fourth one is polymorphism. Fifth one is inheritance. Sixth one is encapsulation. ഇതിൽ ഏതെങ്കിലും ടേംസ് നിങ്ങൾക്ക് കേട്ടുപരിചയമുണ്ടോ? എല്ലാം കേട്ടുപരിചയമുണ്ട്. എല്ലാം കേട്ടുപരിചയം. ഓക്കെ. സുബിത്തി, ഡയാന, നിങ്ങൾക്കോ കേട്ടുപരിചയമുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എന്താന്ന് അറിയില്ലേ, പ്രശ്നമില്ല. ജസ്റ്റ് ടേംസിനോട് ഫെമിലിയാരിറ്റി ഉണ്ടോ എന്ന് അറിയാൻ ചോദിച്ചതാണ് കേട്ടോ. സോ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടെർമിനോളജിയിൽ എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ, ഞാൻ പറഞ്ഞ സിനാരിയോ എന്ന് വെച്ചാല് 3 cars with color, mileage and engine type together called cars. അല്ലേ? ഇതിൽ ഈ 3 cars എന്ന് പറയുന്നില്ലേ, 3 cars എന്ന് പറയുന്നത് 3 ഒബ്ജക്ട്സ് ആണ്. അതായത് ഓരോ കാറും ഓരോ ഒബ്ജക്ട്സ് ആണ്. മനസ്സിലായോ? ഇനി ക്ലാസ് എന്ന് വെച്ചാൽ ഇവിടെ കാർസ്. അതായത് ഈ കളക്ഷൻ, എൻറ്റയർ കളക്ഷനാണ് എന്ത് പറയുന്നത്, കാർസ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് ക്ലാസ്. എന്താ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ക്ലാസ്സില് നമ്മൾക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ആരൊക്കെ ഉണ്ട്? കളർ ഉണ്ട്. മാം, എന്റെ നെറ്റ് ഒന്ന് പോയായിരുന്നു. ഒരു മിനിറ്റ്, ഇപ്പൊ പറയാവേ. എവിടെ തൊട്ടാടാ പോയത്? എനിക്ക് എവിടം വരെ കിട്ടി? ഒബ്ജക്റ്റ് ഏതാന്ന് കിട്ടിയായിരുന്നോ? ഇല്ല, കിട്ടിയില്ല. ഓക്കെ. സോ ഞാൻ പറഞ്ഞ സിനാരിയോ എന്ന് വെച്ചാല്, ലെറ്റ്സ് സേ ഐ ഹാവ് 3 cars with components, color, mileage and engine type and displayed. സോ ഈ 3 കാറിനെയും കൂടി ഒരുമിച്ച് എനിക്ക് കാർസ് എന്ന് പറഞ്ഞ ഒറ്റൊരു ഐഡന്റിറ്റി ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. സോ ഇതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് വിളിക്കുന്നത്.
Okay. നമ്മുടെ സിനാരിയിൽ കാർസ് ആണ് ക്ലാസ് ആയിട്ട് വരിക. ഈ 3 കാറുകളും 3 ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. Okay. മനസ്സിലായോ? Okay. 3 കാർസ് 3 കാർസ് ഉണ്ട്. ഇനി ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതിന്റെ കളർ, മൈലേജ് ആൻഡ് എൻജിൻ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുക, അതാണ് എനിക്ക് ചെയ്യാനുള്ള കാര്യം. സോ അവിടെ എനിക്കിവിടെ 3 കാറുകളുണ്ട്. അപ്പൊ അതിൽ ഈ 3 കാറിനെയും കൂടെ എനിക്ക് സിംഗിൾ യൂണിറ്റ് ആയിട്ട് വെക്കാം, കാർസ് എന്ന് പറഞ്ഞിട്ട്. അതാണ് ക്ലാസ്. ഈ 3 കാർസ് എന്ന് പറയുന്നതാണ് 3 ഒബ്ജക്ട്സ്. അത് ഓരോ കാറിനെയും ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ. മനസ്സിലായോ? ഇനി കളർ, മൈലേജ്, എൻജിൻ ടൈപ്പ് 3 കാര്യങ്ങളെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ എടുത്തിട്ടുണ്ടല്ലേ. ഇതിനെ വിളിക്കുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ വേരിയബിൾസ്. അതായത് ആ പ്രോപ്പർട്ടീസിനെ അല്ലേ? ആ പ്രോപ്പർട്ടീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഇൻസ്റ്റൻസ് വേരിയബിൾസ്. പേര് പോലെ തന്നെ ഓരോ ഇൻസ്റ്റൻസിനും, അതായത് ഓരോ ഒബ്ജക്ട്സിനും അനുസരിച്ചിട്ട് വാല്യൂ മാറുന്ന കൈൻഡ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ചേഞ്ചസ് ഇറ്റ്സ് വാല്യൂ according to the objects. മനസ്സിലായോ? ഇൻസ്റ്റൻസ് വേരിയബിൾ എന്താണെന്ന് മനസ്സിലായോ? ഒരു ക്ലാസ്സിലുള്ള ഇൻസ്റ്റൻസ് വേരിയബിൾ എന്താണെന്ന് ക്ലിയർ ആണോ? Okay, wait a second. Okay, color. Let's say ക്ലിയർ അല്ലേടാ? നെക്സ്റ്റ് പറയട്ടെ. സുബിറ്റി ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടോ? സോ ഇൻസ്റ്റന്റ് വേരിയബിൾസ് എന്നും പറയും, ആട്രിബ്യൂട്ട്സ് എന്നും പറയും അല്ലേ? അതെ, ആട്രിബ്യൂട്ട്സ് എന്നും പറയാം. ഇതെല്ലാം ആട്രിബ്യൂട്ട്സ് തന്നെയാണ്. കളർ, മൈലേജ്, എൻജിൻ ടൈപ്പ് എന്നുള്ള എല്ലാ ആട്രിബ്യൂട്ട്സ് ആണ്. അതിനെ നമ്മൾക്ക് ഇൻസ്റ്റൻസ് വേരിയബിളിന് എപ്പോഴാണ് വിളിക്കാൻ പറ്റുക? അത് അക്കോർഡിംഗ് ടു ദ ഒബ്ജക്ട്സിന്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യുമ്പോൾ. ഇനി ലെറ്റ്സ് സേ ഞാനിവിടെ മാർക്ക് ചെയ്യാണ് നമ്പർ ഓഫ് വീൽസ്. എന്റെ ഈ 3 കാറിന്റെ നമ്പർ ഓഫ് വീൽസ് സെയിം അല്ലേ? ചേഞ്ച് ഉണ്ടോ? എന്റെ ഈ 3 കാറിനുള്ള 4 വീൽ തന്നെയാണ് അല്ലേ? സോ അങ്ങനെയുള്ളതിന്, അതായത് ഗ്ലോബൽ ആയിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ വിളിക്കുന്ന പേരാണ്, ഇവിടെ നമ്മുടെ കേസിൽ ഗ്ലോബൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് നമ്പർ ഓഫ് വീൽസ്. ക്ലാസ് വേരിയബിൾസ്. which remains static across the class. So instant variable will change the value according to the object. കാർ 1ന്റെയും കാർ 2ന്റെയും കാർ 3യുടെയും കളറും ഇമേജും എൻജിൻ ടൈപ്പും മാറാം അല്ലേ? പക്ഷെ നമ്പർ ഓഫ് വീൽസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, അല്ലെങ്കിൽ ഗ്ലോബലി യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അതിനെ നമ്മൾ ക്ലാസ് വേരിയബിൾസിൽ ഉൾപ്പെടുത്തും. ക്ലിയർ ആണോ മാം? ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മാം ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മുടെ കളർ, മൈലേജ്, എൻജിൻ ടൈപ്പും നമ്പർ ഓഫ് വീൽസും ഒക്കെ ആട്രിബ്യൂട്ട് ആണ്. ആട്രിബ്യൂട്ടിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് ഇൻസ്റ്റന്റ് വേരിയബിളും ഗ്ലോബൽ ആട്രിബ്യൂട്ടും. ശരിയാണോ? ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ട് പറയാം. ഗ്ലോബൽ ആട്രിബ്യൂട്ട് അല്ലേ? ക്ലാസ് വേരിയബിൾസ്, ഇൻസ്റ്റൻസ് വേരിയബിൾസും ക്ലാസ് വേരിയബിൾസും. ഗ്ലോബൽ ആട്രിബ്യൂട്ട് അല്ലേ? ഗ്ലോബൽ ആട്രിബ്യൂട്ട് എന്ന് പറയാൻ വേണമെങ്കിൽ യെസ്, ഗ്ലോബൽ ആട്രിബ്യൂട്ട് എന്ന് പറയാം. അതായത് ഇൻസ്റ്റൻസ് വേരിയബിളിനെ ലോക്കൽ ആട്രിബ്യൂട്ട് എന്നും നമ്പർ ഓഫ് വീൽസിലെ ക്ലാസ് വേരിയബിൾസിനെ
ഗ്ലോബൽ ആട്രിബ്യൂട്ട്. ഗ്ലോബൽ ആട്രിബ്യൂട്ട്സ് എന്നും വിളിക്കാം. ഓക്കെ. ഇൻസ്റ്റൻസ് വേരിയബിളിനെ ലോക്കൽ ആട്രിബ്യൂട്ട് അല്ലേ? ലോക്കൽ ആട്രിബ്യൂട്ട്. ഓക്കെ, ഇത് ക്ലിയർ ആണോടാ? ഓക്കെ. ഇനി നിങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കും, പക്ഷെ അതേസമയം നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ, അതായത് നമ്മളുടെ കാറിന്റെ എഞ്ചിന്റെ വയേഴ്സ് എങ്ങോട്ടൊക്കെയാ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ കൂളന്റ് എവിടെ ഇരിക്കുന്നത് എല്ലാം നമ്മൾ പോയി നോക്കുവോ? ഇല്ല. സോ അതായത് ഹൈഡിങ് ഓഫ് അൺനെസറി ഡാറ്റ, ഹൈഡിങ് ഓഫ് unnecessary data and providing needed data only is called data abstraction. Clear? ഓക്കെ, വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ആവും. അതായത് നമ്മളെല്ലാവരും ATM പോയി ക്യാഷ് വിത്ഡ്രോ ചെയ്യാറുണ്ട് അല്ലേ? സോ ATM ക്യാഷ് വിത്ഡ്രോ ചെയ്ത ശേഷം നിങ്ങൾ ചെക്ക് ബാലൻസ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ചെക്ക് ബാലൻസ് എന്ന് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാൽക്കുലേഷൻ നടക്കുന്നുണ്ട് ഇല്ലേ? ഉണ്ട്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ കറന്റ്ലി ഉള്ള എമൗണ്ട് subtracted to the amount that is been received. അതാണ് എന്റെ ബാലൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന എമൗണ്ട് ഗ്രേറ്റർ ദാൻ മൈ ബാലൻസ് ആണെങ്കിൽ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട് ഇല്ലേ? ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്നിട്ട് എനിക്കൊരു മെസ്സേജ് വരും ഇല്ലേ? സോ ഇത് എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. സോ അതായത് നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എന്താണോ അത് മാത്രമാണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ? സോ അതിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായടാ? ഒന്നുകൂടെ പറഞ്ഞോ മാം. ഓക്കെ. ഹലോ, എവിടെ തൊട്ടാ പറയണ്ടേ? ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണോ? അബ്സ്ട്രാക്ഷൻ ഒന്നുകൂടെ എന്ന് പറയാമോ? യെസ്. അൺനെസസറി ആയിട്ടുള്ള ഇൻഫോർമേഷനെ ഹൈഡ് ചെയ്തുകൊണ്ട് നീഡഡ് ആയിട്ടുള്ള ഡാറ്റയെ മാത്രം പാസ് ചെയ്യുന്ന പില്ലറാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് ഈസ് പോളിമോർഫിസം. അതായത് നിങ്ങളൊരു ATM മെഷീനിൽ പോയി, അത് CDM കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള മെഷീൻ ആണെന്ന് വിചാരിക്കും. CDM എന്ന് വെച്ചാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ. സോ നിങ്ങളുടെ ATM മെഷീൻ ഒരേ സമയം വിത്ഡ്രോവൽ ടൂൾ ആയിട്ട് അതുപോലെ ഡെപ്പോസിറ്റിംഗ് ടൂളുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഇതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അതായത് ഒരേ ഫംഗ്ഷൻ തന്നെ അല്ലെങ്കിൽ ഒരേ ഓപ്പറേറ്റർ തന്നെ എന്ത് ചെയ്യാണ്, ഒന്നിൽ കൂടുതൽ ഫോംസ് എടുക്കുകയാണ്. Taking more than one forms are called polymorphism.
എന്ന് പറയുമ്പോൾ മാം ഇപ്പം നമ്മൾ ATM ചെല്ലുമ്പം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും ക്യാഷ് വിഡ്രോവൽ ചെയ്യാനുമായിട്ടുള്ള ഫങ്ഷനാലിറ്റി ഉണ്ട്. ഉണ്ട്. അത് രണ്ട് ഫങ്ഷനാലിറ്റിയും എടുക്കുന്നത് ഒരേ ടൂൾ അല്ലേ? ATM മെഷീൻ ഒറ്റ ടൂൾ ആ അല്ലേ ഓ എടുക്കുന്നത്? ഓ ഓക്കെ അപ്പൊ അതിന് ഓക്കെ ഓക്കെ കൂടുതൽ ഫോംസ് എടുക്കാനുള്ള എബിലിറ്റി ഇല്ലേ? ഓക്കെ മനസ്സിലായി. ഒന്നിൽ കൂടുതൽ യൂസേജസ് ആയില്ലേ എനിക്ക്? ഓക്കെ ഇതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. കറക്റ്റ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇൻഹെറിറ്റൻസ്. ഇത് ഞാനൊരു ബാങ്കിങ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ബ്രാഞ്ച് നിങ്ങൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയത് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ നിന്നാണ് വിചാരിക്കൂ, അല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ചിൽ നിന്നാണ് നിങ്ങൾ അക്കൗണ്ട് തുടങ്ങിയതെന്ന് വിചാരിക്കൂ. അതിനുശേഷം നിങ്ങൾ ആ ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിൽ പോയാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇൻഫർമേഷൻ കിട്ടത്തില്ലേ? സോ അതായത് മെയിൻ ബ്രാഞ്ചിലുള്ള ഒരു ഇൻഫോർമേഷനെ എവിടേക്ക് പാസ് ഓൺ ചെയ്തിരിക്കുകയാണ്? അവിടെ നമ്മുടെ ബാക്കിയുള്ള ബ്രാഞ്ചുകളിലേക്ക് പാസ് ഓൺ ചെയ്തിരിക്കുകയാണ് അല്ലേ? സോ ഇതേ അപ്രോച്ചിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നയാളാണ് ഇൻഹെറിറ്റൻസ്. അതായത് എനിക്ക് റീയൂസ് ചെയ്യാൻ പറ്റാവുന്ന കോഡിനെ എല്ലാം ഞാൻ അവിടെ നിന്ന് വലിച്ചെടുക്കും. എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഒന്നും ലാസ്റ്റ് പറഞ്ഞെന്ന് പറഞ്ഞേ. അതായത് കോമൺലി ഉള്ള ഒരു ലെറ്റ്സ് സേ എനിക്ക് വേറൊരു ക്ലാസ്സിലുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ മൈലേജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഈ മൈലേജ് എന്ന പ്രോപ്പർട്ടി എനിക്ക് എന്റെ ബൈക്കിലേക്കും കൂടെ വേണമെന്ന് വിചാരിക്കും. ബൈക്ക് എന്നൊരു ക്ലാസ് ഉണ്ട്, ബൈക്ക് എന്ന ക്ലാസ്സിലേക്കും കൂടെ വേണമെന്ന് വിചാരിക്കൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ബൈക്ക് എന്നൊരു ക്ലാസ്സും കൂടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യുക? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ പോയി മൈലേജ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാം അല്ലെ? പക്ഷെ അത്രയും വലുതാക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ വേണം? എനിക്ക് കാറിൽ നിന്നും മൈലേജിനെ എനിക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തെടുക്കാം. കോഡ് റീയൂസബിലിറ്റി ഈസ് മേഡ് പോസിബിൾ. ക്ലിയർ ആണോടാ? ഓക്കെ. നെക്സ്റ്റ് ഈസ് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷനെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റാപ്പിംഗ് ഓഫ് ഡാറ്റ ആൻഡ് its functionality into single unit. ക്ലിയർ ആണോടാ? Wrapping of data and its functionality into single unit. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഈ കൺസെപ്റ്റ്സ് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ. സോ ഒബ്ജക്ട്സില് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ. ഞാൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം, ഒരാൾ ഷെയർ ചെയ്യൂ കേട്ടോ. ഒരു സെക്കൻഡ്. അയ്യാ, കുഴപ്പമില്ല. ഒരു സെക്കൻഡ്. സുബിത്തി ക്ലിയർ ആണോടാ?
ക്ലിയർ ആ മാം. ഡയാനിക് ക്ലിയർ ആണോ? ക്ലിയർ ആയി മാം. എടാ അജിത്ര എന്നാ ജോയിൻ ചെയ്തതും പറഞ്ഞീനോ? ഇല്ല മാം, അവക്ക് വയ്യ മാം. ഓക്കെ, ഞാനല്ലേ ഷെയർ ചെയ്യണ്ടേ? ഒരു സെക്കൻഡ്. അല്ലെങ്കിൽ റിൻഡു ഷെയർ ചെയ്തിട്ടോ? മാം എനിക്ക് നെറ്റിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഡയാനിക് ഷെയർ ചെയ്യാൻ പറ്റുമോടാ? നെറ്റ്വർക്ക് ഓക്കെ ആണ് നിനക്ക്? ഡയാന ഷെയർ ചെയ്യാൻ പറ്റൂടാ? മാം ഫോണാണ് നെറ്റ് ഉപയോഗിക്കുന്നത്, ഇവിടെ അല്ല, അമ്മൂമ്മയുടെ വീട്ടിലാ. ഓക്കെ, എന്നാ ശീക തന്നെ. നർക്ക് ശരിക്ക് തന്നെ വീണിരിക്കുന്നു. കാണാം അമ്മ. കാണും. ഓക്കെ, പൈച്ചാൻ എടുത്തോളൂ. 1 സെക്കൻഡ്. ഓ സോറി. ഹലോ. ഓൾറൈറ്റ്, ഓക്കെ. ഞാൻ വായിക്കാം. എത്രയും പുതിയ ബേസിക് കളക്ഷനകത്താണോ അതോ? പറഞ്ഞാ എത്രയാന്ന് പറഞ്ഞാ മതി. പുതിയ പാക്കേജ് ആണോ മാം? പോയോ? ഓക്കെ, ഇപ്പൊ തന്നെ അയക്കാന്ന് പറയേ. ഹലോ, ഇപ്പൊ അയക്കേ. എനിക്കൊന്ന് മാമിന്റെ ഒരു കോള് വന്നു തോന്നുന്നു. ഓക്കെ. വൺ സെക്കൻഡ് എടാ. ഞാൻ അയച്ചിട്ടുണ്ടേ. ഓക്കെ, ഓക്കെ. സോ ഒരു കാര്യം ചെയ്തോടാ, ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തോളൂ, ഊപ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ബേസിക്കിനകത്താണോ? ബേസിക്കിനകത്ത് ക്രിയേറ്റ് ചെയ്തോ. ഇതിനകത്ത് പാക്കേജ് അല്ല മാം, പൈത്തൺ പാക്കേജ് അല്ലേ? ഡയറക്ടറി എന്തായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ അത് മാറ്റർ ചെയ്യത്തില്ല. ഓക്കെ, പാക്കേജ് ആയിട്ട് ഊപ്സ് ഊപ്സ് മാത്രം അല്ലേ? അതിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ, ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ്. ഊപ്സിനകത്ത് 2 ഫയൽ അല്ലേ? അല്ല, ഒറ്റ ഫയൽ അല്ലേ? ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ്. എടാ ഒന്ന് എക്സ്പാൻഡ് ചെയ്യോടാ, നിന്റെ പൈസ എക്സ്പാൻഡ് ചെയ്യാവോ? കുഞ്ഞു സ്ക്രീൻ ആയിട്ടാ കാണും. ഓക്കെ, മതി. ഓക്കെ, എല്ലാവരും ഇവിടം വരെ എത്തിയോ? എത്തി. എത്തി. ഡയാൻ എത്തി. റിൻഡു എത്തിയോടാ? ഞാൻ എത്തി. ഊപ്സ്. ഓക്കെ, അപ്പൊ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ക്ലാസ് സ്പേസ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റ്സ് ക്യാപ്സ് ആണ് അല്ലേ? സ്റ്റുഡന്റിന് എസ് ക്യാപ്സ് കൊടുക്കുക കേട്ടോ. അതൊരു നെയിമിംഗ് കൺവെൻഷൻ ആണ്, നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ.
ഓക്കെ, ക്ലാസ് സ്റ്റുഡന്റ്. നമ്മൾ ഇപ്പൊ ചെയ്തില്ല, ഈ സ്റ്റെപ്പാണ് നമ്മൾ ക്ലാസ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തതാണ് നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പ്. ക്ലാസ് സ്പേസ് ക്ലാസ് നെയിം, ഇതാണ് അതിന്റെ ഫോർമാറ്റ്. കോളൻ, അതാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അല്ല അതായത് ക്ലാസ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ക്ലാസ്സിനെ ഞാൻ ഡിഫൈൻ ചെയ്യുവാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടൈപ്പ് ചെയ്തോളൂ, ഡെഫ് സ്പേസ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ ആണേടാ, init ഡബിൾ അണ്ടർസ്കോർ ബ്രാക്കറ്റ്സിൽ സെൽഫ്. ഈ സെൽഫ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾക്ക് പൈത്തണിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് സെൽഫ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് പൈത്തണിലെ ക്ലാസ്സസിന് വേണ്ടിയിട്ടാണ്, ക്ലാസിന്റെ ഓരോ ഒബ്ജക്റ്റിനും വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, അതായത് 3 കാർസ് ഉണ്ടെങ്കിൽ ഓരോ കാർസും ഓരോ ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ. സോ അതിൽ ഓരോ ഒബ്ജക്റ്റിന് വേണ്ടി കാർ 1, കാർ 2, കാർ 3 എന്ന് പറഞ്ഞാൽ 3 ഒബ്ജക്റ്റിനും വേണ്ടിയിട്ടാണ്. അതായത് ഓരോ ഒബ്ജക്റ്റിനും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് ഫോക്കസ് ചെയ്യാനാണ് സെൽഫ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. കാർ വണ്ണിലെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ വാല്യൂസിനെ പാസ് ചെയ്യുമ്പോൾ കാർ 1ലേക്ക് എന്റെ ഫോക്കസ് നിൽക്കണം, വേണ്ടേ? കാർ 2വിന്റെ ഡാറ്റ കൊടുക്കുമ്പോൾ കാർ 2വിൽ വന്ന് നിൽക്കണം. അപ്പം സെൽഫ് 2 എന്ന് പറഞ്ഞു വരുമോ? സെൽഫ് 2 ഇല്ല, ഈ സെൽഫ് എന്ന് പറയുന്ന കീവേഡ് തന്നെ അത് ഹാൻഡിൽ ചെയ്തോളൂ. സെൽഫ് എന്ന കീവേഡ് ഓരോ തവണയും കറന്റ്ലി നിൽക്കുന്ന ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റിനെ എടുക്കും. മനസ്സിലായടാ? അപ്പം ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് കാണത്തില്ലേ? അപ്പൊ കറന്റ്ലി, അതായത് ഓരോ തവണ ആക്സസ് ചെയ്യുന്ന ഓരോ ഒബ്ജക്റ്റിനെ വെച്ചിട്ടല്ലേ, ആ സമയത്ത് ഏത് ഒബ്ജക്റ്റിനെ വെച്ച് ആക്സസ് ചെയ്യുന്നോ ആ ഒബ്ജക്റ്റിനെയാണ് എടുക്കുന്നത്. ലെറ്റ്സ് സേ ആദ്യം കാർ 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ വെച്ചാണ് ഞാൻ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ കാർ 1ന്റെ ആട്രിബ്യൂട്ട്സിനെ മാത്രമേ എടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ കാർ 2 എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ കാർ 2 മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പൊ ഈ കാർ 1ന്റെയും കാർ 2ന്റെയും ആട്രിബ്യൂട്ട്സ് ഏതാണെന്ന് ഇതിന് എങ്ങനെ അറിയാം? അത് നമ്മളിവിടെ ഇരുന്ന സ്റ്റെപ്സ് സിന്റാക്സ് വെച്ചിട്ട് മനസ്സിലാവും അതിന്. ഇതൊക്കെ പ്രീ ഡിഫൈൻഡ് കോഡ് അല്ലേ. അപ്പൊ പൈത്തൺ ഇന്റർപ്രറ്ററിന് ഓൾറെഡി ഇത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ കറന്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കാർ 1 ആണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്താൽ ഓക്കെ, രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, അതിനെ വെച്ചാണ് അതിനെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ കാർ 2 അതിനെ ബൈ ഇറ്റ് സെൽഫ് ഐഡന്റിഫൈ ചെയ്തോളൂ, സെൽഫ് എന്ന് പറഞ്ഞ കീവേഡ്. മനസ്സിലായടാ? നിങ്ങൾ ഇവിടെ ചെയ്ത സ്റ്റെപ്പ് ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ് ഡബിൾ അണ്ടർസ്കോർ. ഈ ഇനിറ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തതാണ് പൈത്തണിലെ കൺസ്ട്രക്ടേഴ്സ്. കൺസ്ട്രക്ടേഴ്സ് ഇതിന്റെ ഫോർമാറ്റ് ആണ് ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇത് പാരാമീറ്റേഴ്സ് എന്നുള്ളത് ഡിഫോൾട്ട് ആയിട്ടുള്ള കൺസ്ട്രക്ടർ ആണ് നിങ്ങൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കൺസ്ട്രക്ടർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്ട് ക്രിയേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കൺസ്ട്രക്ടർ, അതായത് ഇനിറ്റ് ആണ് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇനിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ അണ്ടർസ്കോർ, അതെ, ആ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യണം. അതെ, ഓക്കെ. ഇനി ഇതിന്റെ താഴെ ജസ്റ്റ് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കൂ. മാം ഒരു കാര്യം ചോദിച്ചോ?
മാം അപ്പൊ ഈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റ് അല്ലേ, ക്ലാസ് അല്ലേ ഇവിടെ സ്റ്റുഡന്റ്? സ്റ്റുഡന്റ് എന്നത് ക്ലാസ് ആണ്. അതെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒബ്ജക്റ്റ് ഏതാണ് വരുന്നത്? ഒബ്ജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, ഈ കൺസ്ട്രക്റ്റിൽ ജസ്റ്റ് എന്തെങ്കിലും പ്രിന്റ് ചെയ്തോളൂ. പ്രിന്റ് ഓക്കെ. ദിസ് ഈസ് എ കൺസ്ട്രക്ടർ അല്ലെ സ്റ്റുഡന്റ് ഒബ്ജക്ട് ക്രിയേറ്റഡ് മതി. ഡബിൾ കോട്ട്സിൽ സ്റ്റുഡന്റ് ഒബ്ജക്ട് ക്രിയേറ്റഡ്. ഓക്കെ, താഴെ വരൂ, എൻ്റർ അടിക്കൂ, ബാക്ക് സ്പേസ് അടിച്ചോളൂ. ടാബോ? ബാക്ക് സ്പേസ്, ബാക്ക് സ്പേസ്. ഓക്കെ. ക്ലാസിന്റെ ലെവലിലേക്ക് ഇനറേഷൻ കൊണ്ടുവരാം നമുക്ക്. ടൈപ്പ് ചെയ്യൂ സ്റ്റുഡന്റ് 1 ഈക്വൽസ്. അപ്പൊ ആ സ്റ്റുഡന്റിന് നമ്മള് ക്യാപിറ്റൽ ആണോ? സ്മോൾ ലെറ്റർ, സ്മോൾ ലെറ്റർ. സ്മോൾ ലെറ്റർ. 1 ഈക്വൽസ് സ്റ്റുഡന്റ്. ഇത് മേളിലത്തെ സ്റ്റുഡന്റ് ആണോ? മുകളിലത്തെ സ്റ്റുഡന്റ്. ക്ലാസ് നെയിം അല്ലേ? ക്ലാസ് നെയിം. ക്ലാസ് നെയിം കൊടുക്കുക. സ്റ്റുഡന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്. ഓക്കെ. അവിടെ ഒന്നും പാസ് ചെയ്യണ്ട, ജസ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് മതി. ഓക്കെ. ഇനി ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേടാ. അതായത് കൺസ്ട്രക്ടർ ബൈ ഇറ്റ്സെൽഫ് ഇൻവോക്ക് ആവും. നമ്മൾ ഇൻവോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴെല്ലാം ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോഴെല്ലാം ആര് ഇൻവോക്ക് ആവും? കൺസ്ട്രക്ടർ ഇൻവോക്ക് ആവും. മനസ്സിലായടാ? ഒന്നും കൂടി പറയോ ആ ഒരു ഭാഗം? യെസ്, പറയാം. നമ്മൾ എപ്പോഴൊക്കെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നോ അപ്പോഴെല്ലാം കൺസ്ട്രക്ടർ ബൈ ഇറ്റ്സെൽഫ് ഇനീഷ്യലൈസ് ചെയ്യും. നമ്മളിവിടെ ഇനിറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടോ താഴെ? വിളിച്ചിട്ടില്ല അല്ലെ? നമ്മളാകെ സ്റ്റുഡന്റ് 1 ഈക്വൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇനിറ്റിനോട് വിളിച്ചിട്ടില്ല അല്ലെ? ഓ യാ യാ യാ. അപ്പം ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോഴൊക്കെ ഇത് ഇൻവോക്ക് ആവും. ബൈ ഇറ്റ്സെൽഫ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആവും. അതായത് ആ ക്ലാസിന്റെ നെയിം ചേർത്ത് അപ്പൊ വിളിക്കണം. അതെ, ക്ലാസിന്റെ നെയിം ചേർത്ത് കഴിഞ്ഞാൽ ബൈ ഇറ്റ്സെൽഫ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആയിട്ടുണ്ടാവും. ഇൻവോക്ക് ആയി. ഓക്കെ. ഇനി ഡെഫ് ഇനിറ്റ് സെൽഫ് എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കൺസ്ട്രക്ടേഴ്സ് മാൻഡേറ്ററി അല്ല പൈത്തണില്. പൈത്തണില് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ടർ ഇല്ലാതെയും വർക്ക് ചെയ്യിക്കാം. ബൈ ഡിഫോൾട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആയിക്കോളും. അതപ്പോ എങ്ങനെയാ നമ്മള്? അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ് ആണത്. ഒബ്ജക്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആയിട്ടുണ്ടെന്നാണ്. മനസ്സിലായടാ? മനസ്സിലായി. പക്ഷെ ഒരു പുക. ആ പുക ഞാൻ ഇപ്പൊ തീർത്തരാം. അല്ല, ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയത് ഈ കൺസ്ട്രക്ടർ നമ്മൾ കൊടുത്തത് കൊണ്ടല്ലേ ഇത് പ്രിന്റ് ആയത് എന്നല്ലേ? കൺസ്ട്രക്ടറിൽ നമ്മൾ ഈ പ്രിന്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രിന്റ് ആയത്. അത് കറക്റ്റ് ആണ്. അതായത് ഞാനിപ്പോ ഇവിടെ ഈ ഡെഫ് ഇനിറ്റ് അണ്ടർസ്കോർ ഇനിറ്റ് കൊടുത്തില്ല എന്ന് വിചാരിക്കൂ. കൊടുത്തില്ലെങ്കിലും എന്റെ കോഡ് ഇതേപോലെ തന്നെ വർക്ക് ചെയ്യും. ഒരേ ഒരു ഡിഫറൻസ് വരുന്നത് എന്താന്ന് വെച്ചാൽ അത് പ്രിന്റ് ആവത്തില്ല. അതായത് സ്റ്റുഡൻസ് ഒബ്ജക്ട് ക്രിയേറ്റഡ് അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് വരത്തില്ല. അതെ, അതാണ്. പിന്നെ മാം പറഞ്ഞില്ലേ അപ്പം അത് ബാക്ക്ഗ്രൗണ്ടിലാകും, അതില്ലാതെയും ചെയ്യാം. എക്സിക്യൂട്ട് ആവും. പക്ഷെ നമുക്ക് അതിലൊരു ഔട്ട്പുട്ട് ആയിട്ട് കാണാനൊന്നുമില്ല. മനസ്സിലായോ? ഔട്ട്പുട്ട് ആയിട്ട് കാണാനൊന്നുമില്ല നമുക്ക് അവിടെ. നമുക്ക് അവിടെ ശരിക്കും കൺസ്ട്രക്ടർ യൂസ് ചെയ്യണ്ടേ? കൺസ്ട്രക്ടർ നമ്മൾക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ഇല്ല. ഇതിനെ നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സ് എന്നാണ് പറയുക. ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സ് മാൻഡേറ്ററി അല്ല ആക്ച്വലി.
നിങ്ങൾക്ക് ഇത് ഡെമോ പർപ്പസിന് വേണ്ടി ഞാൻ ആഡ് ചെയ്തതാണ്. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അത് ഓക്കെ. പൈത്തണിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആവശ്യമില്ല. പൈത്തണ് ഒരു മിനിറ്റ് മാം ഒന്ന് നോട്ട് ചെയ്തോട്ടെ. പൈത്തൺ കണ്ടെയ്ൻസ് ഡിഫോൾട്ട് constructor. So but You don't need to so in order to perform some manipulations during the time of object creation, constructor is needed. in order to perform some manipulation When the object is created, when the object is created when the object is created, to define Python contain default constructor but it is not mandatory അല്ല മാം? അതെ, but it is not mandatory. അതെ. ഡയാന, സുബിത്തി, ക്ലിയർ അല്ലേടാ? അതോ ശിഖ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പുകയായിട്ട് നിൽക്കുകയാണോ, പുകമറയായിട്ട് നിൽക്കുകയാണോ നിങ്ങൾക്ക്? ലാസ്റ്റ് പറഞ്ഞില്ലേ, നോട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പറ. So default constructors are defined by itself inside the class and it is not mandatory to mention it. ഇതിന്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽ തരത്തില്ലേ മാം? ഞാൻ തരാടാ, ഞാൻ ലാസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ തരാം. എന്റെ നോട്ട്സ് ഉണ്ട്, എന്റെ നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. എന്റെ നോട്ട്സിൽ വേറെ നിങ്ങൾക്ക് കുറെ അഡീഷണൽ ഇൻഫർമേഷൻസ് കാണും, അതൊന്നും നോക്കണ്ട കേട്ടോ. കാരണം ഞാൻ നിങ്ങൾക്ക് അതായത് ഒരു സ്റ്റുഡൻസിന് രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതല്ല അത്. എന്റെ ഒരു ടീച്ചിങ് നോട്ട്സ് പോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൽ കുറെ ഡാറ്റ കാണും, അത് കണ്ട് പാനിക് ആവണ്ട കേട്ടോ. ഞാൻ സെഷൻ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവേ. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യൂ. ആ സെൽഫ് കഴിഞ്ഞിട്ടേ ബ്രാക്കറ്റ്സിലെ സെൽഫ് കഴിഞ്ഞിട്ട് കോമ ഇട്ടേ, നെയിം കോമ ഏജ് ഒന്ന് പാസ് ചെയ്തേ. ഓക്കെ, ആ ബ്രാക്കറ്റിനകത്ത് തന്നെയാണല്ലോ അല്ലേ? ബ്രാക്കറ്റിന്റെ അകത്ത് തന്നെ. ഓക്കെ. ഓക്കെ, ഓക്കെ. ഇനി ആ സ്റ്റുഡന്റ് ഒബ്ജക്ട് ക്രിയേറ്റഡിന്റെ താഴെ വന്ന് ടൈപ്പ് ചെയ്തോളൂ. self.name equals name, self.age equals age. മാം അതെന്താണ് അങ്ങനെ കൊടുക്കുന്നത്? ഇതിനെയാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചായിരുന്നല്ലോ അല്ലേ? പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഫങ്ഷനകത്ത്. ഓക്കെ, ദൈവമേ എല്ലാം അവയിൽ വരുവായി. എല്ലാം കൂടെ കേട്ട് പുകയാവുന്നുണ്ടോ?
ഇന്നലെ മുതല് ഇതുവരെ ഭയങ്കര സംഭവമായിരുന്നു. ഇന്നലെ മുതല് അത് തന്നെ. ഇതുവരെ ഭയങ്കര സംഭവമായിരുന്നു. ഇന്നലെ മുതൽ മൊത്താവിയിൽ പരുവത്തിലായി. അതിൽ നമുക്ക് ഇളക്കിയെടുക്കാം, പേടിക്കണ്ട. നിങ്ങൾ അസൈൻമെന്റ് ചെയ്യുമ്പോ റെഡിയാവും. കൺസെപ്റ്റ്സ് ക്ലിയർ ആയി പോകുന്നില്ലേ? എനിക്ക് തോന്നുന്നു അസൈൻമെന്റ് ചെയ്യുമ്പോഴാ എനിക്ക് കൂടുതൽ കുളമാവുന്നത്. അതുവരെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും. അസൈൻമെന്റ് കൂടി ചെയ്യായിരിക്കും, അപ്പൊ എനിക്ക് മനസ്സിലാവും എനിക്കൊന്നും അറിയത്തില്ലെന്ന്. മാം എനിക്ക് അതുകൊണ്ട് എറർ അടിക്കണ്ടല്ലോ. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽസ് നെയിം. സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽസ് ഏജ്. ഓക്കെ. ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞോ? എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞില്ല. ഇല്ല ഞാൻ വെറുതെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇൻഡെൻറ്റക്ഷൻ. ഓക്കെ, ഇനി താഴെ കൊടുക്കടാ. ഇനി സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽസ് ഏജ് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേ. അതെങ്ങനെയായിരുന്നു മാം? എനിക്ക് പറഞ്ഞുതരാം, ടൈപ്പ് ചെയ്തോ. ഡെഫ് ഫംഗ്ഷന്റെ നെയിം കോൾ ചെയ്യണം അല്ലേ? യെസ്, ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ നെയിം ഏതെങ്കിലും നെയിം ഇട്ടാ മതിയോ അതോ ജസ്റ്റ് ഡിസ്പ്ലേ എന്തെങ്കിലും ഒരു പേര് കൊടുത്തോ. എനിത്തിങ് ഈസ് ഫൈൻ. സെൽഫ് കൊടുക്കണോ? വേണ്ടല്ലോ. സെൽഫ് ബ്രാക്കറ്റ് സെൽഫ് വേണം. യെസ്, മാൻഡേറ്ററി ആണ് സെൽഫ്. സെൽഫ് മാൻഡേറ്ററി ആയിട്ടുള്ള കീവേഡ് ആണ്, ഇതാണ് പാരാമീറ്റർ ആണ്, മാറ്റാൻ പാടില്ല. ഡിസ്പ്ലേ സെൽഫ് എൻ്റർ അടിച്ചോളൂ. പക്ഷെ മാം ഞാൻ കാര്യം ചോദിച്ചിട്ടെ, ഇതിനകത്ത് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? നമ്മൾ ഡിഫൈൻ ചെയ്യുവാടാ, പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാ. ഓക്കെ അപ്പൊ എന്തും കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം അവിടെ. എൻ്റർ അടിക്കൂ. എന്നിട്ട് പ്രിന്റ് നമ്മുടെ സെൽഫ് ഡോട്ട് നെയിമിനെയും സെൽഫ് ഡോട്ട് ഏജിനെ ഒന്ന് പ്രിന്റ് ചെയ്തേ. print self dot name അല്ലേ? സെൽഫ് ഡോട്ട് നെയിമും സെൽഫ് ഡോട്ട് ഏജും. കോമ ഇട്ട് പോയാൽ മതി മാം? മതി. കോമ ഇട്ട് പോയാലും മതി, പ്രശ്നമൊന്നും. ഓക്കെ, സെൽഫ് ഡോട്ട് ഏജ് വന്നല്ലേ? ഓക്കെ, ഇനി താഴെ ടൈപ്പ് ചെയ്തോ. സ്റ്റുഡന്റ് 1 ഡോട്ട് ലൈൻ നമ്പർ 8 കഴിഞ്ഞ് ടൈപ്പ് ചെയ്തേ. സ്റ്റുഡന്റ് 1 ഡോട്ട് സ്റ്റുഡന്റ് 10 കഴിഞ്ഞിട്ട് ലൈൻ നമ്പർ 10 ലൈൻ നമ്പർ 10 സ്റ്റുഡന്റിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കൂ. സ്റ്റുഡന്റ് 1 ഡോട്ട് എന്താ കൊടുക്കേണ്ടി വരിക? ഇത് എന്തുവാ ഫംഗ്ഷന്റെ പേര്? ഡിസ്പ്ലേ. സുബിത്തിക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ബിക്കോസ് ഫംഗ്ഷൻസിന്റെ എടുക്കുന്ന സമയത്ത് സുബിത്തി ഇല്ലായിരുന്നു. അപ്പൊ റെക്കോർഡിങ്സ് ഒന്ന് നോക്കുക കേട്ടോ സുബിത്തി. കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയണേ. ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് ഡോട്ട് പി വൈ. എക്സിക്യൂട്ട് ചെയ്യൂ. എനിക്ക് എറർ അടിക്കുന്നുണ്ടല്ലോ മാം. ഷെയർ ചെയ്തേടാ. എന്താണ് അതന്നെ എനിക്ക് അടിച്ചത്. അതെ, ഓക്കെ. കാരണം എന്തായിരിക്കും ഇവിടെ എന്താ എറർ അടിക്കാൻ കാരണം എന്ന് ആലോചിച്ചേ. ഇവിടെ പാരാമീറ്റേഴ്സ് ആയിട്ട് ഇപ്പോ നമ്മളുടെ കൺസ്ട്രക്ടർ 2 പാരാമീറ്റേഴ്സ് ഇല്ലേ? ഉണ്ട്. പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമ്മൾ പാസ് ചെയ്തോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോ? നമ്മൾ ലൈൻ നമ്പർ 9 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നേ ചെയ്തപ്പോ ഡിഫോൾട്ട് ആയിരുന്നു, നമുക്കൊന്നും പാസ് ചെയ്യേണ്ടില്ലായിരുന്നു അല്ലേ?
അപ്പം യൂണിറ്റ് കൊടുത്തിട്ടില്ല ഇവിടെ. അപ്പൊ നെയിം കോമ ഏജ് എന്ന് കൊടുത്താ പോരെ നെയിം ma'am? കോമ ഏജ് അല്ല, ഇവിടെ നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്താണ്, അതിന്റെ വാല്യൂസിനെ അല്ലേ. ഉം. ഇവിടെ കൊടുത്തേ സ്റ്റുഡന്റിന്റെ ബ്രാക്കറ്റ്സിൽ ഒരു നെയിമും ഒരു ഏജും പാസ് ചെയ്തേ. ഡബിൾ അല്ല, കോഡ്സിൽ ഒരു ഡിസ്പ്ലേയുടെ നെയിമും ഡബിൾ കോഡ്സിൽ ഒരു നെയിമും പിന്നെ ഒരു ഏജും ഇഷ്ടമുള്ളത് പാസ് ചെയ്തു. സ്റ്റുഡന്റ് ബ്രാക്കറ്റിലാണോ അതോ സ്റ്റുഡന്റിന്റെ ബ്രാക്കറ്റിൽ. ബ്രാക്കറ്റില് സ്റ്റുഡന്റിന്റെ ബ്രാക്കറ്റ്സിൽ കൊടുക്കാൻ കാരണം എന്താണ്, സ്റ്റുഡന്റിന്റെ ബ്രാക്കറ്റ്സിൽ കൊടുക്കുമ്പോഴല്ലേ നമ്മൾക്ക് നെയിമും ഏജും റിസീവ് ആവണമെങ്കിൽ നമ്മൾ ഏതിൽ കൊടുക്കണം, ഒബ്ജക്റ്റിൽ കൊടുക്കണ്ടേ. അവിടാണ് നമ്മള് ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പാരാമീറ്റർ പാസ് ചെയ്തിരിക്കുന്നത് അല്ലേ? പാരാമീറ്റർ പാസ് ചെയ്തിരിക്കുന്നത്. പാസ് ചെയ്യടാ. അപ്പൊ ഇതിനകത്ത് നമ്മൾ വാല്യൂ കൊടുക്കണം, ഇങ്ങനാണോ? ഡബിൾ കോഡ്സിൽ കൊടുക്കടാ. പേര് ഡബിൾ കോഡ്സിൽ കൊടുക്കണ്ടേ. ഓക്കെ ഓക്കെ, കോമ കോമ ഏജ് പാസ് ചെയ്യാം. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. വരും. അത് ഡബിൾ കോഡ്സിൽ കൊടുക്കണോ? വേണ്ടല്ലോ. 20 വേണ്ട, നോർമലി കൊടുത്താൽ മതി. ഓക്കെ, സേവ് ചെയ്യൂ, എക്സിക്യൂട്ട് ചെയ്യൂ. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിട്ടുള്ള സെൽഫ് ഡോട്ട് നെയിം സെൽഫ് ഡോട്ട് ഏജ് ഇല്ലേ, ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻസ് വേരിയബിൾസ്. സെൽഫ് ഡോട്ട് നെയിം അല്ലല്ലോ, അതായത് പ്രിന്റിനകത്ത് കൊടുത്തിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഈ ക്ലാസിന്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആണ്. കാരണം എന്താ, ഞാൻ നെക്സ്റ്റ് ടൈം സ്റ്റുഡന്റ് 2 എന്നൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആ സ്റ്റുഡന്റിന് വേറൊരു വാല്യൂ പാസ് ചെയ്യുമ്പോൾ ഈ നെയിമിന്റെ ഏജിന്റെ വാല്യൂ മാറിയില്ലേ. ഇല്ലടാ, നെക്സ്റ്റ് ടൈം ഞാൻ സ്റ്റുഡന്റ് 2 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കൂ. അവിടെ ശിഖയ്ക്ക് പകരം ഞാനിപ്പോ എന്താണ് റിൻ2 സ്പേസ് ഒരു ഏജ് കൊടുത്തു. അപ്പൊ ഈ സെൽഫ് ഡോട്ട് നെയിമും സെൽഫ് ഡോട്ട് ഏജും ചേഞ്ച് ആയി ഇല്ലേ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് വിളിക്കാം. നമ്മൾ എങ്ങനെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യാം, വിത്തിൻ ദ കൺസ്ട്രക്ടർ. ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലാണ് ഇൻസ്റ്റന്റ് വേരിയബിൾ എന്ന് പറയുന്നത് അല്ലേ, അതായത് ലോക്കൽ ആട്രിബ്യൂട്ടോ? ലോക്കൽ ആട്രിബ്യൂട്ട്സ് ആയിട്ട്. അതെ, ഓക്കെ, ക്ലിയർ ആണോടാ? ഓക്കെ. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്തേ, ഡെഫ് അണ്ടർസ്കോർ അണ്ടർസ്കോർ ഇൻറ്റിന് മുകളിലായിട്ട്, അതായത് ക്ലാസ് സ്റ്റുഡന്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിലായിട്ട് ടൈപ്പ് ചെയ്തേ. ടൈപ്പ് ചെയ്തു കഴിഞ്ഞിട്ട് സ്കൂൾ നെയിം ഈക്വൽസ്, ഇവിടെ തന്നെയാണോ? സ്കൂൾ നെയിം ഈക്വൽസ് ഒരു വേരിയബിൾ ആണെടാ. ഈക്വൽസ് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തോ, ഒരു റാൻഡം വാല്യൂ കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്തോ. എന്തെങ്കിലും ഒന്ന്. ഓക്കെ, ഇഷ്ടമുള്ള ഒരു നെയിം കൊടുത്തോ, നോ ഇഷ്യൂസ്. ഓക്കെ ഓക്കെ, ഇനി നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് വരൂ. അപ്പൊ ഈ സ്കൂൾ നെയിം എന്ത് ആട്രിബ്യൂട്ട് ആയിരിക്കും, ലോക്കൽ ആയിരിക്കോ ഗ്ലോബൽ ആയിരിക്കോ? ഗ്ലോബൽ ആയിരിക്കും. കറക്റ്റ്. സോ ഇതൊരു ഗ്ലോബൽ ആട്രിബ്യൂട്ട് ആണ് സ്കൂൾ നെയിം എന്ന് പറയുന്നത്. ഈ സ്കൂൾ നെയിം എന്ന് പറയുന്നത് ഓരോ ഒബ്ജക്റ്റ് അനുസരിച്ച് ചേഞ്ച് ആവുമോ? ഇല്ല. ഇല്ല. അപ്പൊ അതെങ്ങനെ കൊടുക്കാം, ക്ലാസ് നെയിം വെച്ച് കൊടുക്കണം. അപ്പൊ പ്രിന്റിൽ വരൂ, സെൽഫ് ഡോട്ട് നെയിം സെൽഫ് ഡോട്ട് ഏജ് കഴിഞ്ഞൊരു കോമ ഇടൂ, ടൈപ്പ് ചെയ്യൂ സ്റ്റുഡന്റ് ഡോട്ട് ക്ലാസിന്റെ പേര് കൊടുക്കുക, സ്റ്റുഡന്റ് ഡോട്ട് ക്യാപിറ്റൽ എസ് ആണ്. സോറി, ക്യാപിറ്റൽ എസ് ആണ് ഇടാ. ഓക്കെ. സ്കൂൾ അണ്ടർസ്കോർ നെയിം, സ്കൂൾ നെയിം സ്റ്റുഡന്റ് ഡോട്ട് സ്കൂൾ നെയിം. ഓക്കെ.
ഞാൻ എക്സിക്യൂട്ട് ചെയ്തേ. അനു ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ. ഇപ്പൊ എന്ത് വന്നു? നമുക്ക് സ്കൂളിന്റെ പേര് വന്നല്ലേ. ഇനി നിങ്ങൾ എത്ര ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്താലും എല്ലാ തവണയും സ്കൂൾ നെയിം സെയിം ആയിരിക്കത്തില്ലേ? ചേഞ്ച് ആവില്ല അല്ലേ? ചേഞ്ച് ആവുന്ന വാല്യൂ എന്താണ് അവിടെ? നെയിമും ഏജും. അപ്പൊ നെയിമും ഏജും ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആണ്. സ്കൂൾ നെയിം എന്ന് പറയുന്നത് ക്ലാസ് വേരിയബിൾ ആണ്. ക്ലിയർ ആണോടാ? അപ്പൊ ക്ലാസ് വേരിയബിളിനെ നമ്മള് ക്ലാസ് നെയിം വെച്ചാണ് അയ്യോ അല്ലേ ആണോ? അല്ല ക്ലിയർ ആണോടാ? ഡൗട്ട്സ് ഉണ്ടോ? ലാസ്റ്റ് പറഞ്ഞ ഒന്നും കൂടെ പറഞ്ഞു. ഏതാടാ? സ്കൂൾ നെയിം ആണോ? അതായത് പ്രിന്റില് നമ്മള് നെയിമും ഏജും അത് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്ന രീതി, അതായത് സെൽഫ് ഡോട്ട് നെയിം ആൻഡ് സെൽഫ് ഡോട്ട് ഏജ്, ഇത് ഗ്ലോബൽ ആയതുകൊണ്ട് ക്ലാസിന്റെ പേര് വെച്ചിട്ട് ഇൻവോക്ക് ചെയ്തു. ക്ലാസിന്റെ പേര് വെച്ചിട്ട് മറ്റേ വരുമ്പോ ലോക്കൽ സോറി ഇൻസ്റ്റൻസ് വേരിയബിൾ വരുമ്പം നമ്മള് കൺസ്ട്രക്ടറിന്റെ വെച്ചിട്ട് വരും അല്ലേ? അതെ, കൺസ്ട്രക്ടറിനെ വെച്ചിട്ട് അല്ലെ സെൽഫ് കീവേഡ് യൂസ് ചെയ്ത് വിളിക്കും. ഗ്ലോബൽ വേരിയബിൾസ് ആണെങ്കിൽ എന്ത് വെച്ച് വിളിക്കും? ക്ലാസ് നെയിം വെച്ച് വിളിക്കും. അപ്പൊ ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇനിറ്റിനെയാണോ അതോ സെൽഫിനെയാണോ പറയുന്നത്? ഇനിറ്റ് ആണ് കൺസ്ട്രക്ടർ. സെൽഫ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഒബ്ജക്റ്റിന്റെയും ഡാറ്റയെ ഹോൾഡ് ചെയ്യുന്ന ആളാണ്. ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള കീവേഡ് ആണ്. അതെ, കീവേഡ്. ഓക്കെ, ഇതെല്ലാം കൂടെ എങ്ങനെ തലയിരിക്കും? ഞാനിത് ആലോചിക്കുമായിരുന്നു. ഇപ്പം ഇതെങ്ങനെ പഠിച്ചെടുക്കും? ചെയ്യുമ്പം നമുക്ക് ഈസിയാണ്, പക്ഷെ പുതിയൊരു ടോപ്പിക്ക് തന്ന് ചെയ്യുമ്പോ ആദ്യം ചെയ്യുമ്പോ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് നോർമലാണ്. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്. ഞാനും ഫസ്റ്റ് പഠിക്കുമ്പോൾ ഇതിനൊക്കെ കഷ്ടമായിരുന്നു അവസ്ഥ. ഞാൻ ഫസ്റ്റ് ജാവ പഠിച്ചു തുടങ്ങുമ്പോ ഊപ്സ് കോൺസെപ്റ്റ് ഒക്കെ ഞാൻ തല കുത്തി നിന്നിട്ടുണ്ട് കോളേജിലൊക്കെ. പാടാ, അത് വെച്ച് നോക്കുമ്പോ ഇത് എളുപ്പമാ. അത് ഡിപ്പെൻസ്. എനിക്ക് പക്ഷേ പൈത്തണെക്കാട്ടിലും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ജാവയാ. അത് ആദ്യം പഠിച്ചോണ്ടാണോ? പക്ഷെ ഈ പൈത്തണിനകത്ത് ഒരുപാട് നമ്മള് ജാവയ്ക്കകത്ത് ഭയങ്കരമായിട്ട് അങ്ങ് സിന്റാക്സും ഒരുപാട് ഉണ്ട്. പക്ഷെ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് ജാവ ഇഷ്ടാവും. മനസ്സിലായോ? കോഡിങ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് ജാവ അടിപൊളിയാ. ഞാൻ ഒരു പോയിന്റ് ചെയ്യുമ്പോ കോഡിങ് ഇഷ്ടപ്പെട്ട് ചെയ്തു തുടങ്ങിയ ആളാ. PU കഴിഞ്ഞപ്പോ തൊട്ട്, അതായത് +2 കഴിഞ്ഞപ്പോ തൊട്ട് കോഡിങ് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാന്. ഇഷ്ടമില്ല, അതായത് കോഴ്സായിട്ട് പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കൂടി കോഡിങ്ങിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു. മാത്സിനോടുള്ള പേടിയായിരുന്നു എന്റെ പ്രശ്നം. മാത്സിനോടുള്ള പേടി ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് കോഡിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനോണ്ട് എനിക്ക് ജാവ കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു. എനിക്ക് പൈത്തൺസ് എനിക്ക് ഒട്ടും വർക്കില്ലാത്ത പോലെ തോന്നും. മനസ്സിലായോ? അത് പഠിച്ചു കഴിയുമ്പോ പിന്നെ ഇതിന് വർക്കില്ലാത്ത, അത് ശരിയാ. അത് ഞാൻ മനസ്സിലായോ നിനക്ക്? ആ ഒരു ഇതുണ്ട്, ആ ഒരു ഡിഫറൻസ് വരും നല്ലോണം. ഓക്കെ, സോ ഞാനിത് ഇത്ര എടുക്കുന്നുള്ളൂടാ. ഡൗട്ട്സ് ഉണ്ടോ ഏതെങ്കിലും ടോപ്പിക്? ഞാൻ അസൈൻമെന്റ്സ് കൂടെ തരാം. അസൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ നാളെ മറ്റന്നാൾ നിങ്ങൾക്ക് സെഷൻ ഇല്ല കേട്ടോ. ഞാൻ ലീവാണ്.
ഓക്കെ മാം. ഇപ്പൊ 31st ഫസ്റ്റും ഇല്ല. 31st ഫസ്റ്റ് ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ മാം. ഞാനൊരു വെക്കേഷൻ എടുക്കുക, ഒരു ബ്രേക്ക് എടുക്കുക. സോ ഞാൻ ഉണ്ടാവും. ഓക്കെ യെസ്.